ശാന്തി. സെക്കൻഡിൽ വ്യക്ത ബോധത്തിൽ നിന്നും അകന്ന് അവ്യക്ത സ്ഥിതിയിൽ ഞാൻ സ്ഥിതമാകുന്നു. ഞാൻ അനുഭവം ചെയ്യുകയാണ്, ഞാൻ ആത്മാ തൻ്റെ അവ്യക്ത ആകാരി സ്വരൂപത്തിൽ അവ്യക്ത ബാപ്പുദാദയുടെ സന്മുഖത്തിരിക്കുന്നു. ബാബ എനിക്ക് സ്നേഹം നിറഞ്ഞ ദൃഷ്ടി നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ബാബയുടെ ആത്മീയ നയനങ്ങളിൽ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ബാബയുടെ നയനങ്ങൾ ദർശിച്ച് ഞാൻ ബാബയിൽ സമാവേശമാക്കുന്നു. ഞാൻ ബാബയുടെ കണ്ണിലെ കൃഷ്ണമണിയാണ്. ബാബയുടെ നയനങ്ങളിലെ നക്ഷത്രമാണ്. സ്വയം ബാപ്പുദാദയുടെ നയനങ്ങളിൽ സമാവേശമായ അനുഭവം ചെയ്യുന്നു. ഒരു നിമിഷം പോലും ബാബയിൽ നിന്ന് വേറിട്ടിരിക്കുന്നില്ല. ഇപ്പോൾ ഏതു പരിതസ്ഥിതിയായാലും ഞാൻ ബാബയിൽ നിന്ന് ദൂരെയാകുന്നില്ല. നിരന്തരം ഏകരസസ്ഥിതിയിലാണ്. ഒരു ബാബയുടെ ആകർഷണത്തിൽ, സ്നേഹത്തിൽ ഞാൻ മഗ്നമായിരിക്കുന്നു. ഞാൻ സദാ വിജയിയാകുന്നു. ഇപ്പോൾ കേവലം ഒരു ബാബ, ബാപ്പ് സമാനം മറ്റൊന്നുമില്ല. ദൃഷ്ടി, വൃത്തി, സ്മൃതി സദാ സമർത്ഥമാകുന്നു. സ്മൃതിയിൽ സദാ ജ്വാലാരൂപമാകാനുള്ള ദൃഢസങ്കൽപ്പമാണ്. സദാ ഈ സ്മൃതിയാണ് എൻ്റേത്. ഒരു ശിവബാബ മറ്റാരുമില്ല. സദാ ഈ ഒരു ലഹരിയാണ്. ഇപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകണം. സർവരെയും കൂടെ കൊണ്ടുപോകണം. സർവരും പ്രകൃതിയുടെ ആകർഷണത്തിൽ നിന്നും ഉപരാമമായി സാക്ഷി സ്ഥിതിയിലിരിക്കുന്നു. സാക്ഷിയായി ഞാൻ ബാബയുടെ നമ്പർ 1 സാരഥിയാകുന്നു. ബാപ്പു സമാനം ജ്വാലാരൂപമാകുന്നു. സർവർക്കും എൻ്റെ ജ്വാലാരൂപം കാണപ്പെടണം. ആരെന്നെ കാണുമ്പോഴും എൻ്റെ ജ്വാലാരൂപത്തിൻ്റെ കൂടെ വിനാശജ്വാലയും സ്പഷ്ടമായി കാണണം. ദൃഢസങ്കൽപ്പത്തിൻ്റെ തിരി കത്തിക്കൂ. അപ്പോൾ വിനാശജ്വാല പ്രകടമാകും. സർവകർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തമായി കർമാതീത അവസ്ഥയാകൂ. ജ്വാലാമുഖി അഗ്നി സ്വരൂപയോഗത്തിൻ്റെ ശക്തിയാൽ സംസ്കാരങ്ങളെ ദഹിപ്പിച്ചു കളയുന്നു. പെരുമാറ്റം, മുഖം, ദൃഷ്ടി, വൃത്തി, സങ്കല്പം എന്നിവയിലൂടെ ബാബയെ പ്രത്യക്ഷപ്പെടുത്താനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ദിലാരാമനായ ബാബയ്ക്ക് കുട്ടികളുടെ ഹൃദയത്തിലെ സ്നേഹം എത്തിച്ചേരുന്നു. സദാ ഹൃദയത്തിൽ
ദിലാരാമൻ കൂടെ ഉണ്ടായിരിക്കണം. ദിലാരാമൻ സദാ കമ്പൈൻഡ് ആയിരിക്കുന്നു. ഇതാണ് സത്യമായ സദാ സ്നേഹമെന്ന് പറയുന്നത്. ബാബ പറയുന്നു, നിങ്ങളുടെ മുഖത്തു നിന്നും വാക്കിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ദൃഷ്ടിയിൽ നിന്നും ബാബയുടെ ഓർമ്മ സ്വതവേ ഉണ്ടാകണം. മുഖത്തിലൂടെയും വാണിയിലൂടെയും കർമ്മത്തിലൂടെയും ബാബയെ പ്രത്യക്ഷപ്പെടുത്തണം. ഓരോ വാക്കിലും പഠിപ്പിക്കുന്നവൻ്റെ അനുഭവമുണ്ടാകണം. മനസാ സേവനത്തിലൂടെ ആത്മാക്കളുടെ മംഗളമുണ്ടാക്കണം എന്ന ഭാവനയുണ്ടാകണം. ഞാൻ സംസ്കാര പരിവർത്തനം ചെയ്യാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു, എന്നാൽ അത് കഴിയുന്നില്ല. യോഗാഗ്നി രൂപത്തിൽ, ജ്വാലാരൂപത്തിൽ കുറവായി പോകുന്നു. ബാപ്പ് ദാദ ഇന്ന് സ്നേഹത്തിൻ്റെ മാല അണിയിക്കുന്നു. ബാബ പറയുന്നു, ഹൃദയം കൊണ്ട് സഹകരണത്തിൻ്റെ മാല അണിയിക്കൂ. അപ്പോൾ അവർ ആശീർവാദങ്ങളുടെ മാല അണിയിക്കും. ഓരോരുത്തരും തങ്ങളിൽ അവശേഷിക്കുന്ന സംസ്കാരങ്ങളെ സംസ്കരിക്കൂ. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. അലസതയുടെ വിവിധ രൂപങ്ങളെ ഇല്ലാതാക്കി സദാ ഉല്ലാസത്തോടെ ഇരിക്കുന്ന തീവ്ര പുരുഷാർത്ഥിയാകുന്നു. സമ്പാദിക്കാനുള്ള ഉല്ലാസമുണ്ടാകുമ്പോൾ അലസത ഉണ്ടാകുന്നില്ല. അലസത നിറഞ്ഞ ദുർബല സങ്കല്പങ്ങളെ അവസാനിപ്പിക്കണം. എന്ത് ചെയ്യണമോ എത്ര ചെയ്യണമോ ഞാനിപ്പോൾ തന്നെ ചെയ്യും. അപ്പോൾ പറയും തീവ്ര പുരുഷാർത്ഥി. ചിന്തയും വാക്കും ഒരുപോലെയുള്ളവരാണ് യഥാർത്ഥ സേവാധാരികൾ. ഓം ശാന്തി.